ഹായ് ഗൈസ്. നമ്മളിന്ന് ഹിറ്റാച്ചി സീസൈഡ് പാർക്കിലേക്കാണ് പോകുന്നത്. ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. വെൻഡിങ് മെഷീനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ട്രെയിൻ വന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 100-120 കിലോമീറ്ററാണ് ഹിറ്റാച്ചി സീസൈഡ് പാർക്കിലേക്കുള്ളത്. ടോക്കിയോയിലാണ് നമ്മളുള്ളത്. കട്സു സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്തിട്ട് വേണം എത്താൻ അവിടെ. നമ്മളിപ്പോൾ സീസൈഡ് പാർക്കിലെത്തി. ഇതാണ് പാർക്കിൻ്റെ എൻട്രൻസ്. ഈ പാർക്കിൻ്റെ പേര് പോലെ തന്നെ ഇത് ഒരു സീസൈഡിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സാണ്. പല വെറൈറ്റി ഫ്ലവേഴ്സ് ഉണ്ട്. അതിൽ സീസണൽ ഫ്ലവേഴ്സാണ് കൂടുതലും. അതിൽ തന്നെ മെയിനായിട്ടും ട്യൂലിപ്സ്, അതും 100 വെറൈറ്റിയിലധികം ഉണ്ട്. പിന്നെ ഡാഫോഡിൽസ് ഉണ്ട്, പിന്നെ നിമോഫില ഉണ്ട്. മെയിൻ എൻട്രൻസിൻ്റെ അടുത്ത് നിന്ന് സീസൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ ഈ സീസൈഡിൻ്റെ അടുത്താണ് നിമോഫില പൂക്കളുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ കുറേ കാണാൻ പറ്റും. അതുപോലെ തന്നെ പോണ വഴിയിലായിട്ട് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതായത് സൈക്ലിംഗ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ സൈക്ലിങ്ങുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെഡസ്ട്രിയൻസിന് വേണ്ടിയിട്ട് വേറൊരു വഴിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റും. അങ്ങനെ നടന്ന് ഞങ്ങൾ സീസൈഡിനടുത്ത് എത്താറായപ്പോഴാണ് പുരാതനമെന്ന് തോന്നിപ്പിക്കുന്ന 2 കുടിലുകൾ നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതിൽ ഒന്നിൽ കയറി നോക്കിയപ്പോൾ അതിപുരാതനമായ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കണ്ടുമുട്ടി. ജാപ്പനീസ് സംസ്കാരത്തെ വിളിച്ചോതുന്ന തരത്തിലുള്ള ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഹിറ്റാച്ചി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മിഹാരാഷി എന്ന് പറയുന്ന ഒരു ഹില്ലിലാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലായിട്ട് പസഫിക് ഓഷനും ഉണ്ട്. ഈ 2 സൗന്ദര്യത്തിൻ്റെ കൂടെയും ഈ തിക്കായിട്ട് നിൽക്കുന്ന ഈ ഫ്ലവേഴ്സും കൂടി വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ലോകത്ത് ചെന്നൊരു പ്രതീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ വേണ്ടി പല രാജ്യത്തു നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട്. നിമോഫില പൂക്കൾ കൂടുതലും മനോഹരമായി കാണുന്നത് ക്ലിയർ ബ്ലൂ സ്കൈ ആയിരിക്കുമ്പോഴാണ്. നിമോഫില ഫ്ലവേഴ്സ് ശരിക്കും ഒരു സീസണൽ ഫ്ലവേഴ്സാണ്. ഏപ്രിലും മെയിൻ്റെ ഒരു പകുതി വരെയൊക്കെ ഇതുണ്ടാവുള്ളൂ. ഓട്ടം സീസൺ ആകുമ്പോഴേക്കും ഇവിടെ കോച്ചിയ ഫ്ലവേഴ്സ് വരും.
അങ്ങനെ നമ്മൾ കുറേ ദൂരം നടന്ന് ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഇനി ഒരു കോഫി കുടിച്ചാലോ എന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു കോഫി ഷോപ്പിൽ കണ്ടു. അവിടെ കയറി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനിലാണ് ഇത് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ ഹിറ്റാച്ചി സീസൈഡ് പാർക്കെല്ലാം കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.